പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളും അവയുടെ ക്യാപിറ്റൽസുമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യമായി തന്നെ നമുക്ക് തുടങ്ങാം. കേരളം, നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അടുത്തുള്ള തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈയാണ്, തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ. അടുത്തത് കർണാടകയാണ്. കർണാടക ഈ കേരളവുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്റ്റേറ്റാണ് കർണാടക. കർണാടകയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരുമാണ്. ആന്ധ്രാപ്രദേശ്, നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്ന പുതിയ രണ്ട് സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ്. തെലുങ്കാനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റിന് ക്യാപിറ്റലായിട്ട് വരുന്നത് മുംബൈയാണ്. മുംബൈ നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റികളിൽപ്പെട്ടതാണ് മുംബൈ. അടുത്തത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗോവയുടെ പനാജിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് ഒഡീഷയാണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വറാണ് ഒഡീഷയുടെ ക്യാപിറ്റൽ. അടുത്തത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൻ്റേത് റായ്പൂരാണ്. അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൻ്റെ ഭോപ്പാലാണ് മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. അടുത്തതായിട്ട് വരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ടുള്ള രാജസ്ഥാനാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂരാണ്. അടുത്തത് ഹരിയാന, പഞ്ചാബ് എന്നീ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു തലസ്ഥാനമാണ് ഉള്ളത്. അത് ചണ്ഡീഗഡാണ് അതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. അടുത്തത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷിംലയാണ്. അടുത്തത് ലഡാക്ക് ആൻഡ് ജമ്മു കാശ്മീർ എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ്. അത് ജമ്മു കാശ്മീരിൻ്റേത് പങ്കിടുന്ന ഒരു സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാളിൻ്റേത് കൊൽക്കത്തയാണ് ക്യാപിറ്റൽ. അടുത്തതായിട്ട് വരുന്നത് സിക്കിമിൻ്റെയാണ് ഗാങ്ടോക്കാണ് സിക്കിം എന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അടുത്തത് അരുണാചൽ പ്രദേശ് ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഒരു സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈറ്റാനഗറാണ്. അടുത്തത് ആസാമിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഡിസ്പൂറാണ്. അടുത്തത് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ക്യാപിറ്റലായിട്ട് വരുന്നത് കൊഹിമയാണ്. അടുത്തത് മണിപ്പൂരാണ്. മണിപ്പൂരിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഇംഫാലാണ്. അടുത്തത് മിസോറം എന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത് ഐസ്വാളാണ്. മിസോറാം എന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അടുത്തത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ത്രിപുരയാണ്. ത്രിപുരയുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഗർത്തലയാണ്. അടുത്തത് മേഘാലയയാണ്. മേഘാലയ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. നമ്മൾ എല്ലാ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യയിലെ
കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇറക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.